നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. പിറവന്തൂർ മുക്കടവിൽ റബ്ബർ പാർക്കിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ നിർവഹിച്ചു. യുവാക്കളെ റബ്ബർ വ്യവസായത്തിലേക്ക് ആകർഷിക്കാൻ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുമെന്ന് ആനന്ദ് ശർമ്മ. കിൻഫ്ര പാർക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. റബ്ബർ പാർക്കിന് ശില വീണത് പ്ലൈവുഡ് ഫാക്ടറിയുടെ ശവകുടീരത്തിൽ. കിൻഫ്ര പാർക്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ LDF പ്രവർത്തകർ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് റോഡിൽ പ്രതിഷേധിച്ചു. VS അച്യുതാനന്ദന് ഒക്ടോബർ 20 അവധി. കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് ഭരണം വീണ്ടും UDF-ന്. വാർത്തകൾ വിശദമായി. പിറവന്തൂർ മുക്കടവിൽ റബ്ബർ പാർക്കിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ നിർവഹിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ റബ്ബർ വ്യവസായത്തിലേക്ക് യുവാക്കളെ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കിൻഫ്ര പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ റബ്ബർ വ്യവസായത്തെപ്പറ്റി പുതുതലമുറയ്ക്ക് അറിവ് പകർന്ന് അതിലൂടെ കൂടുതൽ യുവാക്കളെ വ്യവസായ മേഖലയിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മ. പിറവന്തൂർ മുക്കടവിൽ റബ്ബർ പാർക്കിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ചികിത്സാ രംഗത്തേക്കുള്ള റബ്ബർ ഉത്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് മലേഷ്യയിൽ നിന്നാണ്. തൊഴിൽ മേഖലയിൽ ശാസ്ത്ര സാങ്കേതിക മികവോടുകൂടിയ നൂതന ഫാക്ടറികൾ ആരംഭിക്കുക UPA സർക്കാരിന്റെ ലക്ഷ്യമാണ്. റബ്ബർ ഉത്പാദനത്തിൽ ലോകത്തിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇതിൽ 88% റബ്ബറും കേരളത്തിലാണ് ഉത്പാദിപ്പിക്കുന്നത്. എങ്കിലും റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ നമുക്ക് കുറവാണ്. സംസ്കാരം കൊണ്ടും കൃഷി കൊണ്ടും വ്യത്യസ്തമായ നാടാണ് കേരളം. എല്ലാത്തരം ജനങ്ങളും ജീവിക്കുന്ന കേരളത്തിൽ പുതുതലമുറയ്ക്ക് റബ്ബർ പാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. And the high-end technologies can be used. That's exactly what is going to be done here. Kerala has seen large number of rubber societies coming up, and the training in skills and the new technologies being brought in. Here in Vatanpur, a skills training center for the rubber sector will be established, which will train young men and women that they can work in those industries which are using the consumers of rubber, but also use very high end of technology, and the product will be of high value, which we can not only ensure that meet the requirements of the Indian domestic market, but are exported in big numbers. Instead of having a situation where we are looking at the other countries producing the high value rubber products. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് അധ്യക്ഷനായി. റബ്ബർ പാർക്കിനോടനുബന്ധിച്ചുള്ള കിൻഫ്രയുടെ വ്യവസായ പാർക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. റബ്ബറിന്റെ വിലയിടിവ് നിയന്ത്രിച്ച് കർഷകർക്ക് ആശ്വാസകരമായ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കാർഷിക രംഗത്തെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായത് റബ്ബറിന്റെ കടന്നുവരവോടെയാണ്. നിലവിൽ റബ്ബർ ഉത്പന്നങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാർഷിക രംഗത്ത് നമുക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ച ഒരേ ഒരു രംഗം റബ്ബർ കൃഷിയാണ്. അപ്പോൾ റബ്ബറിന്റെ ഇന്നത്തെ വിലയിടിവ് 20 കൊല്ലം മുമ്പുള്ള റബ്ബറിന്റെ വില വെച്ച് നോക്കിയാൽ ഇന്ന് കിട്ടുന്ന വിലയും നല്ല വിലയെന്ന് വേണേൽ പറയാം. പക്ഷെ ഇന്നത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ലിവിംഗ്, ഇത് രണ്ടും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇന്നത്തെ വില തികച്ചും അപര്യാപ്തമാണ്. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ ഉദ്ഘാടനം പത്തനാപുരം MLA KB ഗണേഷ് കുമാർ നിർവഹിച്ചു. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള റബ്ബർ ബോർഡുമായി ചേർന്ന കിൻഫ്ര പിറവന്തൂരിൽ 50 ഏക്കർ സ്ഥലത്താണ് റബ്ബർ പാർക്ക് സ്ഥാപിക്കുന്നത്. ഭൂമിവില ഉൾപ്പെടെ 36.7 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പദ്ധതി പൂർണ്ണതോതിലാകുമ്പോൾ ഏകദേശം 580 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. 2000-ഓളം പേർക്ക് പ്രത്യക്ഷമായും 5000-ഓളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സംരംഭകർക്ക് വ്യവസായങ്ങൾ ആരംഭിക്കാൻ എല്ലാവിധ അടിസ്ഥാന സൌകര്യങ്ങളും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. വികസിപ്പിച്ചെടുത്ത പ്ലോട്ടുകൾക്ക് പുറമെ 68,000 ചതുരശ്ര അടി വരുന്ന സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിട സമുച്ചയവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫാക്ടറിയിൽ 26 ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങാനുള്ള സ്ഥല സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുത പ്രസരണ സംവിധാനത്തിന് 11 kV സബ്സ്റ്റേഷനും ജലശുദ്ധീകരണത്തിനും വിതരണത്തിനുമുള്ള പ്ലാന്റും പൂർത്തിയായി വരുന്നു. ചടങ്ങിൽ MP N പീതാംബരക്കുറുപ്പ് മുഖ്യ അതിഥിയായി. റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ജയതിലക് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജോസ്, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതാ സി നായർ, ആരോവലുണ്ണി, ജെസി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ സ്വാഗതവും കിൻഫ്ര MD S രാംനാഥ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പിറവന്തൂർ മുക്കടവിൽ റബ്ബർ പാർക്കിന്റെ ആദ്യ ശില വീണത് അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ട്രാവൻകൂർ പ്ലൈവുഡ് ഫാക്ടറിയുടെ ശവകുടീരത്തിലാണ്. പുനലൂർ ബ്യൂറോയുടെ റിപ്പോർട്ട്.
പിറവന്തൂരിൽ റബ്ബർ പാർക്കിന് തറക്കല്ലിട്ടത് കേരളത്തിന്റെ വ്യാവസായിക ഭൂപടത്തിൽ അരനൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ശവകുടീരത്തിന് മുകളിൽ. 1940കളിൽ ഒരുപക്ഷെ കേരളത്തിന്റെ തന്നെ വ്യാവസായിക മേഖലയെ നിയന്ത്രിച്ചിരുന്നത് പുനലൂർ പേപ്പർ മില്ലും ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസുമായിരുന്നു. കാലാന്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടും രണ്ട് വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെട്ടു. പിന്നീട് പേപ്പർ മിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലെത്തിയപ്പോൾ പ്രതിവർഷം കോടികൾ ലാഭം കൊയ്തിരുന്ന പ്ലൈവുഡ് ഫാക്ടറി തകർന്ന ശവപ്പറമ്പായി മാറി. പ്ലൈവുഡ് ഫാക്ടറിയിലെ ഉത്പന്നങ്ങൾ ഗുണനിലവാരത്തിന്റെ പേരിൽ പ്രശസ്തമായിരുന്നു. ഈ സ്ഥാപനത്തിൽ നിർമ്മിച്ച കോടികൾ വിലപിടിപ്പുള്ള പ്ലൈവുഡുകൾ ഇപ്പോഴും ഫാക്ടറിയിൽ നശിക്കാതെയുണ്ട്. ഒപ്പം പഴമയുടെ പുതുമയും പേറി മെഷീനുകളും. ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്ന പ്ലൈവുഡുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നവയിൽ ഏറ്റവും ഗുണനിലവാരമുള്ളവയായിരുന്നു. ഓപ്പൺ മാർക്കറ്റിലും ഫാക്ടറിയിലും പ്ലൈവുഡിനായി പിടിച്ചുപറി നടന്നിരുന്ന കാലമുണ്ടായിരുന്നു. KSRTCക്ക് കൂടി പ്ലൈവുഡ് നൽകിയതോടെ ഉത്പന്നങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. പ്രതിവർഷം കോടികളുടെ ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനം ഒറ്റയടിക്കാണ് കൂപ്പുകുത്തിയത്. ഉത്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിഞ്ഞില്ല. തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങി. കമ്പനി നഷ്ടത്തിലായി. ക്രമേണ അടച്ചുപൂട്ടപ്പെട്ടു. ഇതിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ സ്വകാര്യ പ്ലൈവുഡ് ഫാക്ടറി ഉടമകളെ സഹായിക്കാനുള്ള രാഷ്ട്രീയ കൈകടത്തലായിരുന്നുവെന്ന് തൊഴിലാളികൾ മനസ്സിലാക്കിയപ്പോഴേക്കും കമ്പനി അടച്ചുപൂട്ടിക്കഴിഞ്ഞിരുന്നു. 1943 പ്രവർത്തനം ആരംഭിച്ച് അരനൂറ്റാണ്ടോളം കേരളത്തിന്റെ വ്യാവസായിക ഭൂപടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കമ്പനി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 51% ഷെയർ രാജകുടുംബത്തിനും 49% ഷെയർ സ്വകാര്യ കമ്പനിക്കുമായിരുന്നു. 1948 കമ്പനി പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലായി. വനംവകുപ്പ് ചീഫ് കൺസർവേറ്റർ കമ്പനിയുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തു. തുടർന്ന് 1958 പൊതുമേഖലാ സ്ഥാപനമായി രൂപാന്തരപ്പെട്ടു. 1 കോടിയിലധികം രൂപ ചെലവഴിച്ച ആധുനിക സാങ്കേതിക വിദ്യയോടെ 1967-68 കമ്പനി നവീകരിച്ചു. 1970 മുതൽ ഉത്പാദനം പൂർണ്ണമായും യന്ത്രവത്കൃതമായി. 1973 കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ കീഴിലേക്ക് കമ്പനി മാറ്റപ്പെട്ടു. 1983 കമ്പനിക്ക് അസംസ്കൃത വസ്തുക്കൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കൊണ്ടുവന്ന നിയമം കമ്പനിയുടെ തകർച്ചയുടെ തുടക്കമായി. സ്വകാര്യ കമ്പനികൾക്കൊപ്പം ടെൻഡർ നൽകി അസംസ്കൃത വസ്തുക്കൾ വാങ്ങേണ്ടതായി വന്നു. മറ്റു കമ്പനികളുമായി മത്സരിച്ച് അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ സർക്കാർ അനുവദിക്കാത്തതുമൂലം അസംസ്കൃത വസ്തുക്കൾ കിട്ടാതെയായി. ഉത്പാദന രംഗം ക്ഷയിച്ചു. ഒപ്പം സ്വകാര്യ കമ്പനികളെ സഹായിക്കാൻ ഉദ്യോഗസ്ഥ വൃന്ദവും ചരടുവലി ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മാർക്കറ്റിംഗ് രംഗവും തകർന്നു. ഫാക്ടറിയിൽ നിർമ്മിച്ച പ്ലൈവുഡിന്റെ 70% KSRTCക്കാണ് നൽകിയിരുന്നത്. മാർക്കറ്റിംഗ് രംഗത്തെ പിഴവ് മൂലം KSRTCക്ക് കൃത്യമായി ഉത്പന്നം നൽകാൻ കഴിയാതെ വന്നതും KSRTCക്ക് സ്വകാര്യ കമ്പനികൾ ഉത്പന്നങ്ങൾ നൽകാൻ തുടങ്ങിയതും കമ്പനിയുടെ തകർച്ച പൂർണ്ണമാക്കി. 1992 സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനി നിയന്ത്രണം PF റിസീവർ ഏറ്റെടുത്തു. തൊഴിലാളികളുടെ സമരവും രാഷ്ട്രീയ സമ്മർദ്ദവും ശക്തമായതോടെ 1996 ഡിസംബർ 16 ബാധ്യതകളോടെ സർക്കാർ കമ്പനി ഏറ്റെടുത്തു. 2002 മെയ് 18 കമ്പനി നടത്തുന്നതിന് താൽപര്യമില്ലെന്ന് സർക്കാർ തൊഴിലാളികളെ അറിയിച്ചു. 2011 ജനുവരി 28 കമ്പനി കിൻഫ്രയ്ക്ക് കൈമാറി. കിൻഫ്രയുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം പ്ലൈവുഡ് ഫാക്ടറി നിലനിർത്തിക്കൊണ്ട് മാത്രമേ കിൻഫ്രയിൽ മറ്റ് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ തുടർന്ന് വന്ന സർക്കാർ അത് പാടെ മറന്നു. എന്തിനുമേതിനും പ്ലൈവുഡ് ഉത്പന്നങ്ങളെ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടപ്പെട്ട കമ്പനി പുനരുജ്ജീവിപ്പിച്ചാൽ ഉണ്ടാകുന്ന ലാഭവും തൊഴിൽ കൂടി പരിഗണിച്ച് റബ്ബർ പാർക്കിന് അവിടെ തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിൽ വ്യവസായങ്ങളുടെ വിളനിലമായിരുന്ന പത്തനാപുരം താലൂക്ക് പഴയകാല പ്രൌഢിയിലേക്ക് തിരിച്ചെത്തുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പിറവന്തൂർ മുക്കടവിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ LDF പ്രവർത്തകർ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസുമായി ഉന്തും തള്ളുമടക്കം നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. റബ്ബർ പാർക്കിന്റെ ശിലാസ്ഥാപന ചടങ്ങിനെത്തുന്ന മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ നൂറുകണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരാണ് പിറവന്തൂർ പഞ്ചായത്തിലെ മുക്കടവിൽ തടിച്ചുകൂടിയത്. LDF പുനലൂർ പത്തനാപുരം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രകടനമായെത്തിയ പ്രവർത്തകരെ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പ്ലൈവുഡ് ജംഗ്ഷനിൽ 2 സ്ഥലങ്ങളിലായി പോലീസ് തടഞ്ഞു. റൂറൽ SP, 7 DYSPമാർ, 5 CIമാർ, 4 SIമാർ, 14 ASIമാർ, 4 ബറ്റാലിയൻ ആംഡ് പോലീസ് എന്നിവർ ഉൾപ്പെടെ വലിയ പോലീസ് സന്നാഹം തന്നെ പ്രതിഷേധക്കാരെ ചെറുക്കാനായി ഒരുക്കിയിരുന്നു. കരിങ്കൊടിയുമായി പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കിയതോടെ പോലീസ് റോഡിന് കുറുകെ വടം കെട്ടി പ്രവർത്തകരെ തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. ഈ സമയം ഉദ്ഘാടന സ്ഥലത്തേക്ക് ഘോഷയാത്ര കടന്നുപോകാനും പ്രതിഷേധക്കാർ സൌകര്യമൊരുക്കിക്കൊടുത്തു. ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കി രംഗത്തെത്തിയതോടെ സമരക്കാർ രോഷാകുലരായി. ഈ സമയം പ്രതിഷേധക്കാർ പോലീസ് വലയം ഭേദിച്ച് മുന്നേറാൻ ശ്രമിച്ചത് അല്പനേരം സംഘർഷത്തിന് ഇടയാക്കി.
തുടർന്ന് മുതിർന്ന നേതാക്കളെത്തി രംഗം ശാന്തമാക്കി റോഡിൽ തന്നെ പ്രതിഷേധ സമരം ഒതുക്കി. സമരം CPM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപരോധിക്കുമെന്നത് കഴിഞ്ഞ 3 മാസക്കാലമായി നടന്നുവരുന്ന സമരത്തിന്റെ ഭാഗമാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിനു ശേഷം മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യൽ അന്വേഷണം സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തും എന്ന് പ്രഖ്യാപിച്ചു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം അവസാനിപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം തുടരുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ സ്വാഗതം പറഞ്ഞു. യോഗം അവസാനിച്ചയുടൻ പത്തനാപുരം ഭാഗത്തുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇവരുമായി നീങ്ങിയ പോലീസ് വാഹനം പുനലൂരിൽ നിന്നെത്തിയ പ്രവർത്തകർ തടഞ്ഞു. ഇത് വീണ്ടും പോലീസുമായി വാക്കേറ്റത്തിലും ഉന്തിലും തള്ളിലും കലാശിച്ചു. പ്രശ്നം രൂക്ഷമായി നിലനിൽക്കുമ്പോൾ മറ്റൊരു വഴിയിലൂടെ തടസ്സങ്ങളൊന്നും കൂടാതെ മുഖ്യമന്ത്രി വേദിയിലെത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലെ മഴക്കുഴി കനത്ത മഴയിൽ തകരാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. സംഭരണി തകർന്നാൽ സമീപത്തെ വീടുകൾക്ക് നാശം സംഭവിച്ചേക്കാം. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ഹരിയാലി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മഴക്കുഴി നിറഞ്ഞൊഴുകി സമീപത്തെ വീടുകൾക്ക് ഭീഷണിയാവുന്നു. മുമ്പ് സംരക്ഷണ വേലിയില്ലാതെ കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായ മഴവെള്ള സംഭരണിയെക്കുറിച്ച് ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് അധികൃതർ സംഭരണിക്ക് താൽക്കാലിക വേലി തീർത്ത് പ്രശ്നം പരിഹരിച്ചു. എന്നാൽ കാലവർഷം കനത്തതോടെ മഴവെള്ള സംഭരണി നിറഞ്ഞു കവിയുകയും സമീപത്തെ വീടുകളിലേക്ക് വെള്ളമൊഴുകി ഇറങ്ങുകയുമായിരുന്നു. ഒപ്പം ഒലിച്ചെത്തിയ മണ്ണും കല്ലും മൂലം കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ശക്തമായ ഒരു മഴ കൂടി പെയ്താൽ ഇവിടെ തടയണയുടെ രൂപത്തിൽ നിൽക്കുന്ന മണ്ണ് ഇടിയുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചാൽ മഴവെള്ള സംഭരണിയിലെ വെള്ളം സമീപത്തെ വീടിന് മുകളിലേക്കായിരിക്കും മറിയുന്നത്. മുമ്പ് ഒരു തവണ ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടിനുള്ളിൽ മണ്ണും വെള്ളവും കയറിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പ്രശ്നം കൂടുതൽ ഗുരുതരമായി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ സ്ഥലം സന്ദർശിച്ചു. വേണ്ട നടപടി സ്വീകരിക്കാൻ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. VS അച്യുതാനന്ദന് ശനിയാഴ്ച നവതി. ഒരേ സമയം പാർട്ടിയിലെ ഒറ്റയാനായും ജനമനസ്സിലെ നായകനായും തുടരുന്ന VSനെ കുറിച്ച് അഞ്ചൽ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഒറ്റയാൻ പോരാട്ടങ്ങളും കൊണ്ട് ജനപ്രിയനായ VSന് ഞായറാഴ്ച 90 വയസ്സ്. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി പ്രവർത്തനം ആരംഭിച്ച VS 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു. VSന്റെ ബാല്യവും ഇന്നത്തേതുപോലെ തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. 4-ാം വയസ്സിൽ മാതാവും 11-ാം വയസ്സിൽ പിതാവും അന്തരിച്ചു. പിതാവിന്റെ മരണത്തെ തുടർന്ന് 7-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന VS 11-ാം വയസ്സിൽ ജൌളിക്കടയിലെ ജോലിക്കാരനായി. തുടർന്ന് കയർ ഫാക്ടറി തൊഴിലാളിയായി മാറിയ VS അവിടെ നിന്നാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയത്. 1938 സ്റ്റേറ്റ് കോൺഗ്രസിലും 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അംഗമായി. ഇവിടെ നിന്നാണ് പ്രതിസന്ധികളിൽ തളരാത്ത VS എന്ന കമ്മ്യൂണിസ്റ്റിന്റെ പോരാട്ടത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രധാനിയാണ് VS. ആയുധ പരിശീലനം ലഭിച്ച സമരസഖാക്കൾക്ക് രാഷ്ട്രീയ ബോധം കൂടി പകർന്നു നൽകുക എന്ന ചുമതലയാണ് അന്ന് VSന് പാർട്ടി നൽകിയത്. പുന്നപ്ര സമരത്തിന്റെ ഭാഗമായി നടന്ന പുന്നപ്ര വെടിവയ്പ്പിന് ശേഷം പോലീസ് പിടിയിലായ VSന് അതിക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്.
EMSും KP പത്രോസും ഒളിച്ചിരിക്കുന്ന ഇടം കണ്ടെത്താനായി VSനെ അതിക്രൂരമായാണ് പോലീസ് മർദ്ദിച്ചത്. ഉത്തരം പറയാൻ കൂട്ടാക്കാതിരുന്ന VSന്റെ ഉള്ളംകാലിൽ തോക്കിന്റെ ബയണറ്റ് പോലീസ് ആഞ്ഞു താഴ്ത്തി. ബോധരഹിതനായ VSനെ പാലായിലെ ആശുപത്രിയിൽ പോലീസ് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. ഈ കൊടിയ മർദ്ദനങ്ങളൊന്നും തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത VS എന്ന വിപ്ലവകാരിയെ തളർത്തിയില്ല. 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ സംസ്ഥാന സമിതി അംഗങ്ങളായിരുന്ന 9 പേരിൽ ഒരാൾ VS ആയിരുന്നു. P. കൃഷ്ണപിള്ളയുടെ പാത പിന്തുടർന്ന് പുരോഗമനത്തിന്റെ വഴിയിലൂടെ ജനകീയനായ VS പാർട്ടിക്കുള്ളിലാകട്ടെ AKGയുടെ പിൻഗാമിയായിരുന്നു. സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ നയിച്ച VS 2007 മെയ് 26 CPMന്റെ ഏറ്റവും ഉന്നതമായ കമ്മിറ്റിയായ PBയിൽ നിന്ന് പുറത്തായി. എന്നാൽ 2008 നടന്ന പാർട്ടി കോൺഗ്രസ് VS എന്ന അതികായനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. എങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ മൂലം പലതവണ VS പാർട്ടി നടപടികൾക്ക് വിധേയനായി. VSന്റെ പാർലമെന്ററി ജീവിതവും ഇതുപോലെ തന്നെ കയറ്റിറക്കങ്ങൾ നിറഞ്ഞതായിരുന്നു. 1965 അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് VS ആദ്യമായി ജനവിധി തേടിയത്. കോൺഗ്രസിലെ KS കൃഷ്ണക്കുറുപ്പിനോട് അന്ന് 2327 വോട്ടിന് പരാജയപ്പെട്ടു. 1967 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭാംഗമായി. 1970 വിജയം തുടർന്നു. 1977 തെരഞ്ഞെടുപ്പിൽ 10 വർഷങ്ങൾക്കു ശേഷം കുമാരപിള്ളയോട് പരാജയപ്പെട്ട VS നീണ്ടകാലം മത്സരരംഗത്തുനിന്ന് വിട്ടുനിന്നു. ഈ കാലയളവിലാകട്ടെ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായി. 1980 മുതൽ 1992 വരെയുള്ള നീണ്ട 12 വർഷം CPM സംസ്ഥാന സെക്രട്ടറിയായി. ഇതിനിടെ 1991 വീണ്ടും മത്സരരംഗത്തെത്തി. മാരാരിക്കുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. എന്നാൽ 96 കേരളത്തെ ആകെ ഞെട്ടിച്ച് മാരാരിക്കുളത്ത് VS തോറ്റു. ഈ പരാജയം പാർട്ടിക്കുള്ളിൽ VS എന്ന ഒറ്റയാനെ കൂടുതൽ ശക്തനാക്കി. 2001 മുതൽ ജന്മനാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് മത്സരരംഗം മാറ്റി. 2006 2011 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം ആവർത്തിച്ചു. 2006 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച VS 2006 മെയ് 18 മുതൽ 2011 മെയ് 14 വരെ കേരളത്തിന്റെ 20ാമത് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു. 2011 മുതൽ സംസ്ഥാന പ്രതിപക്ഷ നേതാവായി തുടരുന്ന VS നിലപാടുകളിലെ കാർക്കശ്യം മൂലം 9 തവണ പാർട്ടി നടപടികൾക്ക് വിധേയനാകേണ്ടി വന്നു. ശാസനകളും നടപടികളും എങ്ങനെയും വരട്ടെ, തനിക്ക് പറയാനുള്ളത് പറയും, പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കും. അതിനുള്ള ഊർജ്ജം ഇന്നും തനിക്കുണ്ടെന്ന പ്രഖ്യാപനത്തോടെ VS എന്ന ഒറ്റയാൻ 90ന്റെ യൗവനത്തിലാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് K. വത്സലാമയ്ക്ക് കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആദരം. ചടങ്ങ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ K. ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ K. വത്സലാമയ്ക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ അനുമോദനം. 2007 മുതൽ 2013 വരെ സ്കൂളിൽ പഠിച്ചിരുന്നവർ അംഗങ്ങളായുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രൂപീകരണവും ചടങ്ങിൽ നടന്നു. മീര S. മോഹൻ അധ്യക്ഷയായി. കിരൺ ബോധി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ K. ശശിധരൻ നായർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന് പോലും വേണ്ടാത്തതായി മാറിയിരിക്കുകയാണ് സർക്കാർ സ്കൂളുകളെങ്കിലും ഇവിടെ പഠിച്ചിറങ്ങുന്നവർ എല്ലാ മേഖലയിലും മികച്ചവരാണെന്ന് K. ശശിധരൻ നായർ പറഞ്ഞു. സത്യത്തില് നമ്മുടെ നാട്ടില് ഇന്ന് സർക്കാരിന് പോലും വേണ്ടാത്ത സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ സ്കൂളുകൾ. പക്ഷെ അതേസമയം തന്നെ നമുക്കറിയാം, ഒരു സർക്കാർ വിദ്യാലയം ഒരുക്കുന്ന സാഹചര്യം അതിൽ അവിടെ പഠിച്ചു വളർത്തുന്ന വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടുന്ന വ്യക്തിത്വം, അവർക്ക് കിട്ടുന്ന സഹോദര സ്നേഹം, സഹാനുഭൂതി, ഇതൊന്നും തന്നെ ഒരു അൺഎയ്ഡഡ് സ്കൂളിലോ ആ രീതിയിലുള്ള സ്വഭാവത്തിലുള്ള സ്കൂളിലോ ഒന്നും ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് നമുക്ക് ശരിക്കും ബോധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. യുവകലാ സാഹിതി ജില്ലാ കമ്മിറ്റി അംഗം R. രാജൻ, ഇസ്കഫ് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി കോട്ടാത്തല ശ്രീകുമാർ, പൂവറ്റൂർ സംസ്കാര പ്രസിഡന്റ് R. ഗോപിനാഥൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കേരള ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ TC മാത്യുവിനെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗം VA ജഗദീഷിനെയും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ആദരിക്കുന്നു. 23-നാണ് പരിപാടി. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ TC മാത്യു, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗം VA ജഗദീഷ് എന്നിവരെ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 23-ന് തൃക്കണ്ണമംഗൽ SKV HSSൽ നടക്കുന്ന ചടങ്ങ് അഡ്വക്കേറ്റ് P. ആയിഷ പൂറ്റി MLA ഉദ്ഘാടനം ചെയ്യും. സ്കൂളിലെ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം TC മാത്യു നിർവഹിക്കും. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് S. രഘുകുമാർ, സെക്രട്ടറി സജികുമാർ S., വൈസ് പ്രസിഡന്റ് T. അരുൺകുമാർ, അംഗങ്ങളായ ബിജു BR എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ബാബു മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള UDF പാനലിന് വിജയം.
CPI നേതൃത്വത്തിലുള്ള ഇടതു സഹകരണ മുന്നണിയും UDFും തമ്മിലായിരുന്നു മത്സരം. CPM മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നു. UDF ചെയർമാൻ ബാബു മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള UDF പാനലും AIYF മണ്ഡലം സെക്രട്ടറി SM ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള LDF പാനലും തമ്മിലാണ് മത്സരം നടന്നത്. നിലവിൽ ബാബു മാത്യു പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ് കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വോട്ടെടുപ്പ് നടന്ന കുണ്ടയം ഗവൺമെന്റ് LPസിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം സജ്ജമാക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, JL നസീർ എന്നീ മുതിർന്ന നേതാക്കളും UDFിന് വേണ്ടി മത്സരരംഗത്തുണ്ടായിരുന്നു. CPIയും NCPയും യുവാക്കളെ രംഗത്തിറക്കിയാണ് മത്സരത്തെ നേരിട്ടത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച മിനർവ തിയേറ്റർ കൊട്ടാരക്കരയിൽ 21-ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ രണ്ടാമത്തെ 7.1 ഡിജിറ്റൽ സറൌണ്ട് സിസ്റ്റം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളതായി സംഘാടകർ പറഞ്ഞു. കൊട്ടാരക്കരയിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ മിനർവ സിനിമാ തിയേറ്റർ ഒക്ടോബർ 21-ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതാണ് പുതിയ കെട്ടിടം. ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന 7.1 ഡിജിറ്റൽ സറൌണ്ട് സിസ്റ്റംസ് കൊല്ലം ജില്ലയിൽ രണ്ടാമതും കേരളത്തിൽ 5ാമത്തേതുമാണെന്ന് സംഘാടകർ പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കുന്നതിന് പ്രത്യേക സൌകര്യങ്ങളും ആധുനിക നിലവാരത്തിലുള്ള സീറ്റുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൊട്ടാരക്കരയിലെയും ജില്ലയിലെയും സിനിമാ ആസ്വാദകർക്ക് മികച്ച ദൃശ്യാവിഷ്കാരമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഗോൾഡൻ സർക്കിളിന് 100 രൂപയും സിൽവർ സർക്കിളിന് 80 രൂപയുമാണ് റേറ്റ്. PRO S സമീർ, മാനേജിംഗ് ഡയറക്ടർ R നസീർ, അസിസ്റ്റന്റ് മാനേജർ മുഹമ്മദ് നവാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുപോലെ സീറ്റിന്റെ നേരത്തെ ലെങ്ത് എന്ന് പറയുന്നത് 17 സെന്റിമീറ്റർ ആയിരുന്നു. ഇപ്പം 1 മീറ്റർ ആക്കിക്കൊണ്ട് 1.10 ആക്കിക്കൊണ്ട് പ്രേക്ഷകർക്ക് അപ്പുറത്ത് നടന്നു പോകുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേര് പറഞ്ഞ് മുമ്പ് 70 സെന്റിമീറ്ററിന്റെ പേര് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ തെച്ചയിൽ ഇങ്ങനെ പോകുന്നത് ആ സംവിധാനങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഫാമിലിക്ക് പ്രത്യേക ഒരു ഷോട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഫാമിലിക്ക് സെപ്പറേറ്റ് ഇരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം. അങ്ങനെയൊക്കെ വളരെ ഏറ്റവും നല്ല പോസിബിലിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം തുടങ്ങി. 22 വരെയാണ് കലാകായിക മത്സരങ്ങൾ. ചിതറ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തിന് ആവേശകരമായ തുടക്കം. ശനിയാഴ്ച കേരളോത്സവ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. 19 മുതൽ 22 വരെയാണ് കലാകായിക മത്സരങ്ങൾ. ചിതറ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ട്, മുതയിൽ LP സ്കൂൾ ഗ്രൌണ്ട്, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തലവരം ബൻസർ, മുല്ലശ്ശേരി നജീം, കൊല്ലായിൽ സുരേഷ്, ജയറാം ഐരക്കുഴി, PL ബൈജു എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കം പ്രധാന സ്ഥാനങ്ങളെല്ലാം CMPയെ കൂട്ടുപിടിച്ച് അവിശ്വാസ പ്രമേയത്തിലൂടെ നേടിയ LDFന് കീറാമുട്ടിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. പുത്തൻ രാഷ്ട്രീയ സമവാക്യങ്ങളിലൂടെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിന് വഴിതെളിഞ്ഞെങ്കിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ കാര്യത്തിൽ നിസ്സഹായ അവസ്ഥയുമായി ഇടതുമുന്നണി. ഗ്രാമപഞ്ചായത്ത് ഭരണം CMPയുടെ സഹായത്തോടെ കൈപ്പിടിയിലാക്കിയെങ്കിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഇപ്പോഴും UDFിലെ അഞ്ചൽ ബദറുദ്ദീൻ തുടരുകയാണ്. UDFിന്റെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയും ഇടതുമുന്നണിക്കൊപ്പം ചേക്കേറിയ N അനിൽകുമാറിനെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിലനിർത്തിയും ഭരണസാരഥ്യം പിടിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞെങ്കിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ കാര്യത്തിൽ പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവന്നാൽ വിലപ്പോവില്ല എന്ന സ്ഥിതിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം അതത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് മാത്രമാണ് എന്നതാണ് ഇടതുമുന്നണിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. നിലവിലുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ 3 അംഗങ്ങളും UDFുകാരാണ്. അഞ്ചൽ ബദറുദ്ദീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കമ്മിറ്റിയിൽ കോൺഗ്രസിലെ തന്നെ തോയ്ത്തല മോഹനനും ശാന്തിനിയുമാണ് അംഗങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് പോലും നൽകാൻ കഴിയില്ല. അവിശ്വാസമല്ലാതെ മറ്റെന്ത് കുറുക്കുവഴിയാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി നേടാൻ നടപ്പിലാക്കുക എന്നത് സംബന്ധിച്ച ചർച്ചകളാണ് ഇടതുപാളയത്തിൽ നടന്നുവരുന്നത്. മറ്റെല്ലാം കൈയടക്കിയെങ്കിലും വികസന പദ്ധതികളിലും ഫണ്ട് വിനിയോഗത്തിലുമെല്ലാം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UDFുകാരനാവുന്നത് തലവേദനയുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ഇടതുമുന്നണി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മുതയിൽ വാർഡിൽ ഐരക്കുഴി പീടിനട തച്ചൂർ റോഡ് അവഗണനയിലായിട്ട് അരനൂറ്റാണ്ട്. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മുതയിൽ വാർഡിലെ ഐരക്കുഴി പീടിനട തച്ചൂർ റോഡ് അവഗണനയിലായിട്ട് അരനൂറ്റാണ്ടുടക്കുന്നു. 1965 ഉണ്ടാക്കിയ റോഡ് പിന്നെ ഇതുവരെ നവീകരിക്കാനോ യാത്രായോഗ്യമാക്കാനോ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ റോഡ് നിർമ്മിച്ചതിന് ശേഷമുണ്ടാക്കിയ മറ്റു പല റോഡുകളും പലവട്ടം ടാർ ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ റോഡിന്റെ കാര്യത്തിൽ പലതവണ എസ്റ്റിമേറ്റ് എടുത്തും വീതി കൂട്ടാനുള്ള അളവുകളെടുത്തും പോയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇതിന് പരിസരത്ത് പല റോഡുകൾ വന്നു, അത് എല്ലാം താറിട്ട് പോയി. ഇത് 2-3 തീര അളന്നുമൊക്കെ പോയി എല്ലാം ഒക്കെ നടക്കും. ഇന്ന് നടക്കും നാളെ നടക്കുമെന്ന് പറഞ്ഞ് ഒരു 10-15 പ്രാവശ്യം അളന്ന് ഒക്കെ റെഡിയാക്കി പോയതാണ്. ഈ ഇടയ്ക്ക് തന്നെ ഇവിടെ ബോർഡും ഒക്കെ എഴുതി
വാൾ പോസ്റ്റും ഒക്കെ ഒട്ടിച്ച് 10 ലക്ഷം രൂപ അനുവദിച്ച് ഈ റോഡ് ഉടനെ റെഡിയാക്കും. പിന്നെ ഇപ്പൊ അതിന്റെ ഒരു ആളിനെയും കാണാനില്ല, ആ ബോർഡും കാണാനില്ല. മഴക്കാലമായതോടെ മണ്ണൊലിച്ചുപോയി റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. പ്രദേശത്തെ 20ഓളം കുടുംബങ്ങൾക്ക് ഐരക്കുഴി, മുതയിൽ, ചിതറ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഏക പാതയാണിത്. എന്നാൽ കാൽനടയാത്ര പോലും ദുഷ്കരമാണിവിടെ. വാഹനങ്ങൾ ഇതുവഴി വരാൻ വിസമ്മതിക്കുന്നു. പലർക്കും റോഡിൽ വീണ് പരിക്കേറ്റതായി നാട്ടുകാർ പറയുന്നു. സർവത്ര സ്ഥലവും ടാറായി. അമ്മക്കുള്ള അല്ല അലക്കിയ തുണി പോലും കൊണ്ടുപോകാനുള്ള നിവർത്തി പോലും അമ്മക്കില്ല. നമ്മളിപ്പോൾ 2 തുണിയോ അലക്കിയൊക്കെയാണ് ജീവിക്കണം. ഈ റോഡേ കയറി പോവാൻ ഇത്രയും ദിവസം കെട്ടുകളും കൊണ്ട് കവന്നടിച്ച് വീണിട്ടുണ്ട്. അത് എന്നത് എത്രയെങ്കിലും പ്രാവശ്യങ്ങൾ പറഞ്ഞു നമ്മൾ മടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു സൈക്കിളോ ഈ ഇത്രയും വീതിയുള്ള ഒരു റോഡിൽ കൂടെ ഒരു സൈക്കിളോ ഒരു ബൈക്കോ ഒരു ആട്ടോയോ കയറി പോകാനും ഇറങ്ങി വരാനുള്ള നിവർത്തി ഇല്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ ഇത്രയും ആൾക്കാർ ഇവിടെ ജീവിക്കുന്നത്. റോഡ് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കാൻ പലതവണ വാർഡ് മെമ്പറോടും ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും നടന്നില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കാണുന്ന രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഈ റോഡിന്റെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. റോഡ് നവീകരിച്ച് യാത്രായോഗ്യമാക്കാൻ എത്രയും വേഗം നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പിറവന്തൂർ മുക്കടവിൽ റബ്ബർ പാർക്കിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ നിർവഹിച്ചു. യുവാക്കളെ റബ്ബർ വ്യവസായത്തിലേക്ക് ആകർഷിക്കാൻ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുമെന്ന് ആനന്ദ് ശർമ്മ. കിൻഫ്ര പാർക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. റബ്ബർ പാർക്കിന് ശില വീണത് പ്ലൈവുഡ് ഫാക്ടറിയുടെ ശവകുടീരത്തിൽ. കിൻഫ്ര പാർക്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ LDF പ്രവർത്തകർ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് റോഡിൽ പ്രതിഷേധിച്ചു. VS അച്യുതാനന്ദന് ഒക്ടോബർ 20 അവധി. കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് ഭരണം വീണ്ടും UDF-ന്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewarta.com സന്ദർശിക്കുക. നമസ്കാരം.